സമൂഹമാധ്യമങ്ങളിലൂടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തീർപ്പാക്കി. ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ എന്ന നിരീക്ഷണത്തിലാണ് ഹർജി തീർപ്പാക്കിയത്. തൊപ്പിയെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടും. വിവരങ്ങളുമായി സൈഫുന്നിസ ചേരുന്നുണ്ട്. സൈഫുന്നിസ, എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഈ തൊപ്പിക്കെതിരെയുള്ള കേസ് കഴിഞ്ഞ ജൂണിലാണ് രജിസ്റ്റർ ചെയ്തത്. അന്നു മുതൽ തന്നെ തൊപ്പിക്ക് നോട്ടീസ് നൽകിയിരുന്നു പലതവണ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട്. പക്ഷേ ഇയാൾ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. ഈ തൊപ്പിയുടെ സുഹൃത്തുക്കളായ അടക്കമുള്ളവർ, അതായത് പിന്നീട് ഇവർ തമ്മിൽ വഴക്കാവുകയും ഇവരുടെ സ്വകാര്യ ദൃശ്യങ്ങളും നഗ്ന ദൃശ്യങ്ങളും അടക്കം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നാണ് ഈ തൊപ്പിക്കെതിരായ കേസ്. അഭിഭാഷകനായ ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് റൂറൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഇയാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഇരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയത്. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കുകയായിരുന്നു. ഈ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായതോടെയാണ് പോലീസിന് കോടതി ഈ രീതിയിൽ ഈ ഹർജി തീർപ്പാക്കിയത്. നേരത്തെ മഞ്ചേരിയിൽ ഈ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിൽ ഈ തൊപ്പിക്കെതിരെ ഒരു കേസുണ്ട്. ഈ തൊപ്പി എന്ന് പറയുന്ന നിഹാദ് ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിൽ നേരത്തെ ഇയാളുടെ സുഹൃത്തായ മമ്മൂനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കേസിൽ ഒളിവിലായതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ തൊപ്പി നിൽക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിന് മുമ്പിൽ ഇനി രണ്ട് വഴികളാണുള്ളത്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും. അതല്ല എങ്കിൽ ഈ കാരണം ചൂണ്ടിക്കാട്ടി, അതായത് ഇയാൾ അന്വേഷണവുമായി സഹകരിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. എന്തായാലും ഈ രണ്ട് കാര്യത്തിൽ ഒന്നിൽ തീരുമാനമെടുക്കാനാണ് പോലീസ് കാത്തു നിൽക്കുന്നത്.